കൺമണി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് മാനസയെ ഡൽഹിയിലേക്ക് പാക്ക് ചെയ്യാൻ തീരുമാനിക്കും. വിജയിക്കുമെന്ന് അറിയില്ല, എന്നാലും കൃഷ് മാനസയെ ഡൽഹി പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്നു. കമ്പനിയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് മനോജ് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്ന് ചോദിക്കുകയാണ്, കൺമണി മോളെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, നിനക്ക് പനിയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ധനലക്ഷ്മി ചന്ദ്രയുടെ നേരെ നോക്കും. എന്തായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ എന്ന് ആ വരുൺ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ മനോജ് ധനലക്ഷ്മിയെ നോക്കുന്നു. ധനലക്ഷ്മി ആണെങ്കിൽ മനോജിൻ്റെ അച്ഛനെ നോക്കുന്നു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പറയുകയാണ്, അത് ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇറങ്ങുമ്പോൾ വരുൺ വന്നു, അപ്പോൾ വരുൺ അങ്ങനെ കൊണ്ടുപോയതാണ്. ഇതാ മോളെ, ചേട്ടൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു, മോള് കഴിക്കുക. എന്തിനാണ് ചേട്ടാ ഇതൊക്കെ വാങ്ങിച്ച് വെറുതെ കാശ് കളയുന്നത് എന്ന് പറഞ്ഞു. സാരമില്ല, ഇന്നത്തെ സന്തോഷത്തിന് വേണ്ടി മോൾക്ക് സ്വീറ്റ്സും ചേട്ടൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് സ്വീറ്റ്സ് എടുത്ത് കൺമണിക്ക് നേരെ നീട്ടുന്നു. എന്താ ചേട്ടാ ഇന്നത്തെ സന്തോഷം? അത് മോള് തന്ന ഡിസൈൻ ഇന്ന് ഞാൻ കമ്പനിയിൽ ജലരാമൻ സാറിനെ ഏൽപ്പിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് അതിൽ നിന്നും ഉയർച്ചയാണ് ഉണ്ടായത്. ഇതിൽ പരം എനിക്കൊരു സന്തോഷം ഉണ്ടാവാനില്ല. മോളൊരു കാര്യം ചെയ്യുക, അലികയിൽ രാജിവെക്കുക, എന്നിട്ട് ഗ്രൂപ്പിലേക്ക് അവിടെ മോൾക്കൊരു സീറ്റ് ഒഴിപ്പിച്ചിട്ടിട്ടുണ്ട്, മോളുടെ കരിയർ ഉയരും എന്ന് പറഞ്ഞ് നല്ല ഭാവിയും കാണുന്നു. ചേട്ടൻ അത് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ബലരാമൻ സാറും പറഞ്ഞു മോൾക്ക് വേണ്ടി ഒരു സീറ്റ് ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ധനലക്ഷ്മി പറഞ്ഞു, എന്ത് അലികയിൽ രാജിവെച്ചിട്ട് എന്ത് കരിയർ ഉയർത്താനാണ് നിങ്ങൾ പറയുന്നത് എന്ന് ധനലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. അതേസമയം പൺമിടിയുടെ ഫോണിൽ വരുൺ മൊബൈലിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൺമണി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കൺമണിക്ക് എന്തോ വരുണിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ എന്നിട്ട് കൺമണി അവിടെ ഫോൺ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞില്ലേ അലിക ഡിസൈനിൽ രാജിവെച്ച് വരാൻ, ഇനി എങ്ങനെ ഞാൻ അവിടെ നിന്ന് രാജിവെച്ചത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് കൺമണി സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇരിക്കുമാണ് ഗോകുൽ അവിടേക്ക് വരുന്നത്. ഗോകുൽ അവിടേക്ക്, എന്താ അപ്പേരെ മുഖത്ത് എന്താ വിഷമം, എന്താ അപ്പേ പറ അപ്പേ എന്ന് ചോദിക്കുക. ഇല്ല ഒന്നുമില്ല എന്ന് പറയും. ഇല്ല അപ്പയുടെ മനസ്സിൽ എന്തോ ഉണ്ട്, എന്തോ വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഗോകുൽ അപ്പോഴാണ് ആ സത്യം കാണുന്നത്. അപ്പയുടെ കഴുത്തിൽ കിടക്കുന്ന താലി. ഇതെന്താ അപ്പേ താലിയോ? ഇത് ആര് കെട്ടിയ താലി? വരുൺ ചേട്ടൻ അപ്പയെ കല്യാണം കഴിച്ചോ? ഞങ്ങളറിയാതെ അപ്പയെ വരുൺ ചേട്ടൻ കല്യാണം കഴിച്ചോ? ഇതെങ്ങനെ സംഭവിച്ചു? പറ അപ്പേ, എന്താണ് സംഭവിച്ചത്? എന്തിനാ എൻ്റെ അടുത്ത് ഒളിപ്പിച്ചു വയ്ക്കുന്നത്? എല്ലാ കാര്യവും അപ്പ എന്നോടല്ലേ ഷെയർ ചെയ്യുന്നത്, അപ്പോൾ എന്നിൽ നിന്ന് ഒളിക്കുന്നത് എന്തിനാ? അപ്പോൾ പറ അപ്പേ. അപ്പോഴാണ് ഗോകുലിൻ്റെ മുന്നിൽ കൺമണി വലിയ രഹസ്യം പറയുകയാണ്. കൃഷ് സാർക്ക് താലി കെട്ടാൻ ഉണ്ടായ സാഹചര്യവും എല്ലാം പറയുകയാണ്. എന്നിട്ട് കൃഷ് സാർ പൊട്ടിക്കാൻ നോക്കിയിട്ട് കൃഷ് സാർ പൊട്ടിച്ചില്ല. എൻ്റെ പറഞ്ഞു അത് പൊട്ടിച്ച് കളയാൻ എന്നെക്കൊണ്ടും കഴിയുന്നില്ല. ഗോകുലെ, നീ ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുമോ? ഈ താലി ഒന്ന് പൊട്ടിച്ച് തരുമോ? എന്നെക്കൊണ്ട് പറ്റുന്നില്ല, നീയെങ്കിലും ഒന്ന് പൊട്ടിച്ച് താ എന്ന് പറയുമ്പോൾ ഗോകുൽ ആ താലിയെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗോകുലിനും ആ താലി പൊട്ടിക്കാൻ കഴിയുന്നില്ല. എപ്പോഴൊക്കെയോ ഗോകുലും ആഗ്രഹിച്ചിട്ടുണ്ട് കൃഷ് സാർ കൺമണിയെ വിവാഹം ചെയ്യണമെന്ന്. ഇങ്ങനെ ആഗ്രഹം മനസ്സിലുള്ള ഗോകുൽ ആ താലി പൊട്ടിക്കുമോ? ആ താലി പൊട്ടിക്കില്ല. അപ്പോൾ ഇനിയുള്ള വരുന്ന എപ്പിസോഡ് നല്ല സൂപ്പർ എപ്പിസോഡാണ്, ആരും കാണാൻ മിസ് ചെയ്യല്ലേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.